രക്ഷാപ്രവർത്തകരെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ADGP MR അജിത് കുമാറാണെന്ന SIT റിപ്പോർട്ട് കോടതിയിലും സർക്കാരിന്റെ മുന്നിലും എത്തിക്കഴിഞ്ഞു. പിന്നാലെ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില നീക്കങ്ങൾ അജിത് കുമാർ നടത്തിയപ്പോൾ കൈയൊഴിയുകയാണ് CPM-ഉം പിണറായി വിജയനും നടത്തിയത്. സമസ്ത മേഖലകളും അടക്കി ഭരിക്കുന്ന UDF-ൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന ബോധ്യം അജിത് കുമാറിനുണ്ട്. രക്ഷപ്പെടുത്താമെന്ന ബോധ്യം CPM-ന് ഇല്ലാത്തതുകൊണ്ടാണ് അജിത് കുമാറിനെ കൈവിടുന്നത്. കേസ് ഡയറിയിലടക്കം വെട്ടിത്തിരുത്തൽ നടത്തിയത് ADGP നിർദ്ദേശിച്ചിട്ടാണെന്ന് അക്കാലത്ത് അജിത് കുമാറിന്റെ ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിച്ച 2 ഗ്രേഡ് SI-മാർ മൊഴി നൽകിയതോടെയാണ് കുരുക്ക് മുറുകുന്നത്. SI-മാരിൽ നിന്ന് മൊഴിയെടുത്തതോടെ അടുത്തയൂഴം ADGP-യുടേതാണ്. ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയാൽ ഉടൻ തന്നെ അജിത് കുമാറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നുറപ്പാണ്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അജിത് കുമാർ ഉടൻ എത്തിയേക്കും. ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ നൽകാൻ റെഫർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ ADGP-യുടെ ഓഫീസിൽ വെച്ചാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് SIT ശനിയാഴ്ച ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം 2 മണിക്കൂറോളം ഇവരെ ചോദ്യം ചെയ്തു. തങ്ങളെ ADGP-യും സംഘവും കുരുക്കുകയായിരുന്നുവെന്ന് വൈകാരികമായാണ് SI-മാർ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അജിത് കുമാർ നിർദ്ദേശിച്ചതിന് അനുസരിച്ചാണ് നടന്നത്. കേസ് ഇല്ലാതാക്കാനുള്ള തിരുത്തലുകൾ വരുത്തിയതിന് പിന്നിലും അജിത് കുമാറാണെന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് ഉറപ്പായിട്ടുണ്ട് അജിത് കുമാറിന്. കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക റിപ്പോർട്ട് DGP-ക്ക് നൽകും. ഈ റിപ്പോർട്ട് DGP-യാണ് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ 241(4) പ്രകാരം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആളുകളുടെ തുട മുതൽ തോള് വരെയുള്ള ഭാഗത്തെ അടിക്കാവൂ എന്നാണ് ചട്ടം. എന്നാൽ ഇവിടെ തല ലക്ഷ്യമാക്കി അടിച്ചുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ പരിശീലനം ലഭിച്ച പോലീസുകാരായതിനാൽ ഇതിന്റെ ഗൗരവം അവർക്ക് അറിയാമായിരുന്നുവെന്നും SIT പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് സംഘത്തിന് ലാത്തി ഔദ്യോഗികമായി നൽകിയിട്ടില്ല. ചെറിയ തോക്കാണ് ഇവരുടെ ആയുധം. വലിയ തടി ലാത്തി പ്രതികളുടെ കയ്യിൽ എങ്ങനെ വന്നുവെന്നും മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്നും അന്വേഷിക്കും. പ്രതികൾക്കെതിരെ വധശ്രമത്തിനുള്ള 308 വകുപ്പ് ആദ്യം ചുമത്താതെ പിന്നീട് എന്തിന് ചേർത്തുവെന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്നു. അടിയേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് AD തോമസിന്റെ തലയ്ക്ക് CT സ്കാൻ നടത്തുകയും മുറിവിൽ തുന്നലിടുകയും ചെയ്തു. ആക്രമണം തടഞ്ഞില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്നും മെഡിക്കൽ ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് ഫോട്ടോഗ്രാഫർ സംഘർഷം പകർത്തിയെന്നും ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയെന്നും ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റെഫർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഫോട്ടോഗ്രാഫർ സ്ഥലത്തെത്തുമ്പോഴേക്കും സംഘർഷം കഴിഞ്ഞിരുന്നു. പകർത്തിയത് സംഭവശേഷമുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്. പോലീസ് ഫോട്ടോഗ്രാഫറുടെ വീഡിയോയിൽ അടിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന വാദമാണ് പ്രതികൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണോ തെറ്റായ വിവരം റെഫർ റിപ്പോർട്ടിൽ ചേർത്തതെന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇതിനു പിന്നിൽ ADGP-ആണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. ലഭ്യമായ രേഖകൾക്ക് വിരുദ്ധമായി എങ്ങനെ റെഫർ റിപ്പോർട്ട് തയ്യാറാക്കി, ഇതിന് ഉത്തരവാദിത്വം ആർക്ക് എന്നീ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഗൺമാൻമാരുടെ ഡ്യൂട്ടി സംബന്ധിച്ച കാര്യങ്ങളാണ്. Z+ കാറ്റഗറി VIP-യുടെ സുരക്ഷാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങരുതെന്ന നിർദ്ദേശമില്ലേ എന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു. മുഴുവൻ സമയവും VIP-യുടെ ഏറ്റവും അടുത്തുണ്ടാകണമെന്നതാണ് സുരക്ഷാ സംഘത്തിനുള്ള നിർദ്ദേശം. VIP-യുടെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായാണ് ഇവർ സഞ്ചരിക്കേണ്ടത്. VIP-യുടെ വാഹനം നിർത്തിയാൽ മാത്രമേ ഇവരുടെ വാഹനം നിർത്താൻ അനുവാദമുള്ളൂ. VIP-കളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങളും പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സർക്കുലറും അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ആലപ്പുഴയിൽ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഗുണ്ടകളെ പോലെ സമരക്കാരുടെ മേൽ ചാടി വീഴുകയാണ് ഗൺമാൻമാർ ചെയ്തത്. ഒടുവിൽ കേസും പൂഴ്ത്തിവെച്ച് തടിയൂരാമെന്ന ചിന്തയിൽ നിന്ന് രക്ഷാപ്രവർത്തകരെയും ADGP അജിത് കുമാറിനെയുമാണ് SIT ഒന്നടങ്കം പൂട്ടിയിരിക്കുന്നത്.